ആ വീട് വിൽക്കുന്നതാണ് ഇനി നല്ലത്, വിറ്റ് അത് കിച്ചുവിന് കൊടുക്കണം എന്നൊക്കെ വ്ളോഗേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. വ്ളോഗേഴ്സ് വിറ്റ് കൊടുപ്പിക്കട്ടെ അമ്മ എന്നുള്ള രീതിയിൽ അത് എനിക്ക് എന്തായാലും ദൈവം സഹായിച്ചൊരു എന്തായാലും സ്വന്തമായിട്ട് എനിക്കൊരു വീട് വെക്കും. ഞാൻ ഇപ്പോഴില്ല, 6 മാസത്തിനകം ഞാൻ എന്തായാലും. വ്ളോഗേഴ്സും റിവ്യൂവേഴ്സും ഭയങ്കരമായിട്ട് രേണുസുവിന്റെ ലൈഫിലേക്ക് കടന്നു കയറുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രേണുസുധിയുടെ ഇതാണ് ഇപ്പോൾ മൊത്തം സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും പറ്റില്ല. ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മൊത്തം രേണുസുധി എന്നുള്ളൊരു ഇതാണ്. രേണു ഈ 2-3-4 ദിവസം മുമ്പേ കരഞ്ഞു മെഴുകിയിട്ട് വന്നാണ്. ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി പുള്ളിക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഡയലോഗടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. 6 മാസത്തിനകം ഞാൻ വീട് വെക്കും, ആ വീട് വിൽക്കുക, അല്ലെങ്കിൽ മക്കളുടെ പേരിലാണല്ലോ, അപ്പോൾ അത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തായാലും എനിക്ക് സ്വന്തമായിട്ടൊരു 6 മാസത്തിനുള്ളിൽ എന്തായാലും ഞാൻ പുതിയൊരു വീട് വെക്കും എന്നൊരു വാഗ്ദാനമൊക്കെ ആയിട്ടാണ് പുള്ളിക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ കിച്ചുവിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ ആളുകൾ കമൻറ്റിലൂടെയൊക്കെ പറയുന്നുണ്ട് കിച്ചുവും അതുപോലെ രേണുവും തമ്മിൽ കളിക്കുന്ന ഒരു കളിയാണ്. അതുപോലെ തന്നെ സുധിയെ വെച്ചിട്ട് ഇപ്പോൾ കിച്ചു ആണെങ്കിലും രേണു ആണെങ്കിലും പൈസ ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു തരത്തിലൊക്കെ ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം ഇതാണെന്ന് അറിയില്ല. അപ്പോൾ ഓരോരോ ഇത് എടുത്ത് നോക്കുന്ന സമയത്ത് കിച്ചുവും കുറച്ചൊക്കെ ഒരു ഇതിൽ ഇടയിൽ എന്തൊക്കെയോ പൈസയ്ക്ക് വേണ്ടി, ഇനി റീച്ചിന് വേണ്ടി എന്തൊക്കെയോ കളിക്കുന്നുണ്ടോ എന്നൊരിതും വരുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും 10-22 വയസ്സായതാണ് രേണു. ഇപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനക്ക് ജോലി ചെയ്ത് സമ്പാദിക്കേണ്ടതേ ഉള്ളൂ. അപ്പം കുറേ പേര് രേണുവിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കിച്ചുവിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കിച്ചുവും രേണുവും തമ്മിൽ ഉള്ള കളിയാണ്. അതുപോലെ തന്നെ കിച്ചു അച്ഛനെ വെച്ചിട്ട് ഇപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ നുണകളുമായിട്ട് ഇറങ്ങിയിരിക്കണം എന്നുള്ള തരത്തിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ കണ്ട്. എന്തായാലും രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇത്രേ പറയുള്ളൂ. കിച്ചുവിന്റെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, സുധിച്ചേട്ടൻ, നിങ്ങൾക്കൊക്കെ അറിയാം, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെയും തന്നിട്ടാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. ഒരുപാട് സ്വത്തുക്കളോ ഒരു സ്വത്തും തരാതാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ 2 മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ആയിരുന്നു. എനിക്കിപ്പോ അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ ആരോട് പിണക്കങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചതെന്നും എന്തിനാണ് മാനിപ്പുലേറ്റിംഗ് നടത്തിയത്, അതുപോലെ തന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രേണു പറയുന്നത് സുധി പോയത് കുറേ പ്രാരാബ്ദങ്ങളും കടങ്ങളും കൊണ്ട് മാത്രമാണ് പോയതാണ്. അതപ്പോൾ ആ ഒരു ഇതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ സുധി വേണം വെച്ച് മരിച്ചു പോയതല്ലല്ലോ, അത് അദ്ദേഹത്തിന് യാദൃച്ഛികമായിട്ട് സംഭവിച്ചൊരു ആക്സിഡൻ്റാണ്. അല്ലാതെ അയാൾ സ്വയം ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ സ്വയം മരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയൊന്നും ചെയ്തതല്ല, ആത്മഹത്യയായിരുന്നു. അപ്പോൾ അതിന് വരെ പുള്ളിക്കാരി പറഞ്ഞുണ്ടാക്കിയത് കണ്ടോ. എനിക്ക് കുറേ പ്രാരാബ്ദങ്ങൾ 2 മക്കളെയും തന്നിട്ടാണ് സുധിച്ചേട്ടൻ പോയത്. സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് സുധിയുടെ കയ്യിലുള്ള പൈസ മൊത്തവും കൈക്കലാക്കിയത് ഈ പറയുന്ന രേണുവിൻ്റെ കുടുംബം തന്നെയാണ്. ഇപ്പോൾ പിന്നെ കുറേ ഇതിൽ പറയുന്നുണ്ട്, കിച്ചു പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ കടക്കാരനായത് രേണു അമ്മൻ്റെ കുടുംബക്കാരെ നോക്കിയിട്ട് മാത്രമാണെന്നുള്ളത് കിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കടക്കാരനാകാനുള്ള കാരണം എന്താണ്? നിന്നെയും നിൻ്റെ കുടുംബത്തെയും നോക്കിയത് കൊണ്ടാണ്. അതും കൂടെ രേണു മനസ്സിലാക്കണം. മരിച്ചു പോയവിടെ അടക്കം അയാളെ സ്വസ്ഥത കൊടുക്കാതെ ഈ പിന്തുടരുന്ന ആ ഒരു ഇതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പൊ എന്തായാലും രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഒരിക്കലും കണക്ക് പറഞ്ഞതല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അമ്മ അല്ലെങ്കിൽ കണക്ക് പറയാൻ പറ്റത്തില്ല മക്കൾക്ക് കൊടുത്തത്. പക്ഷെ അത് പറയേണ്ടി വന്ന അവസ്ഥ വന്നു. കാരണം 1 രൂപ പോലും കൊടുത്തിട്ടില്ല മക്കൾക്ക്. അവന് അതുപോലെ അവരുടെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് ഒരു ബ്ലോഗർ പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു മനസാക്ഷിയുള്ള മനുഷ്യനല്ലേ, നമ്മൾ മനുഷ്യരല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആർക്കും കൊടുത്തല്ല, സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തല്ല. എന്റെ വീട്ടിൽ വരുന്ന ചേച്ചിമാരും അതുപോലെ എന്നെ ഒരുപാട് നല്ല വ്ളോഗൊക്കെ ചെയ്യുന്നവരൊക്കെ തന്നെ, സജന ചേച്ചിയൊക്കെ ആണ്, അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ആരോടും പറയുന്നതല്ല. ഈ കിച്ചു വിളിക്കുമ്പോഴും ഞാൻ സ്വാഭാവികമായിട്ടാണ്, ഇപ്പൊ നിങ്ങളുള്ളപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ എടുക്കുന്നുണ്ട്. അത് ആരെയും കാണിക്കാനോ ഒന്നുമല്ല, ഞാൻ സ്വാഭാവികമായിട്ട് എടുക്കും. പക്ഷെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ആരാ വിളിക്കുന്നത്, എന്താ മനസ്സിലായത്. അപ്പോൾ
കിച്ചുവിന് പൈസ കൊടുത്തിട്ടുണ്ട്, കിച്ചുവിന് പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കിച്ചുവിന് കൊടുത്ത പൈസയുടെ കാര്യം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 200 500 കൊടുത്തതേ ഇതായിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കിച്ചു 10-22 വയസ്സായ ഒരു വ്യക്തിയാണ്. കിച്ചുവിന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുള്ള ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും രേണു പൈസ കൊടുക്കണമെന്നൊന്നും ഇല്ല. അതിന് ഞാൻ രേണുവിൻ്റെ ഭാഗത്താണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ 22 വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അധ്വാനിച്ച് ജീവിക്കാനുള്ളതായി. ഇപ്പോൾ യൂട്യൂബിൽ നിന്നും അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ നിന്നാലും പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ട് നിന്നാലും എങ്ങനെയാണെങ്കിലും ഒരു 10,000 20,000 രൂപ വരെ ഈ വന്ന കാലത്ത് സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ കിച്ചുവിന് എന്തുകൊണ്ട് അത് ചെയ്തുകൂടെ? അപ്പോൾ പഠിത്തമാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യും, ഉച്ചവരെ ജോലി ചെയ്യും. ഇപ്പോൾ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കിച്ചുവിന് എന്താണെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ രേണുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ അടുപ്പിച്ച കാശാണെന്ന് പറഞ്ഞിട്ട് അത് പറയേണ്ട കാര്യമില്ല. 200 ആണെങ്കിലും 500 ആണെങ്കിലും അത്രയെങ്കിലും അവൾ തരുന്നുണ്ടല്ലോ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് പിച്ച കാശാണ്, അങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഷെഫീന ബീവി പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് മാത്രം ഒരാൾ അവഹേളിക്കേണ്ട കാര്യമൊന്നുമില്ല. കിച്ചുവിന് ഞാൻ പൈസ കൊടുത്ത് സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കിച്ചുവിന് ഇപ്പോൾ 22 വയസ്സായ സ്ഥിതിക്ക് കിച്ചുവിന് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും വേറൊരു ചെറിയൊരു വീഡിയോ കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ആരോപണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സ്വന്തമായിട്ട് കാണും, പറയട്ടെ. നമ്മൾ അതിനകത്തൊരു അഭിപ്രായം. പക്ഷെ എനിക്ക് സുധിച്ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞാണ് 2 മക്കളും. അവരെ എനിക്ക് എന്താ പറയാ, എനിക്ക് അവരെ ഒരിക്കലും വെറുക്കാനോ ഞാൻ ഒരിക്കലും അവരെ തള്ളി പറഞ്ഞിട്ടുമില്ല. എങ്ങും പോയി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, തള്ളി പറയത്തുമില്ല. എനിക്കെന്നും അവര് മക്കള് തന്നെയാണ്. അപ്പോൾ 2 മക്കളെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ കിച്ചുവിന് കുറ്റം പറയുന്നതായിട്ടുള്ളൊരു വീഡിയോകളും ഇതൊന്നും എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ കിച്ചുവാണ് അനുഭവിച്ച വ്യക്തികൾക്ക് അതിൻ്റെ ഇത് അറിയുള്ളൂ, തീവ്രത മനസ്സിലാവുള്ളൂ. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. രേണു മീഡിയക്ക് മുമ്പിൽ കിച്ചുവിനെ വിളിക്കുന്നതൊക്കെ ഒരു പ്രഹസനമാണെന്ന് പറയപ്പെടുന്നു. എന്താ പറയാനല്ലേ? എനിക്കൊന്നും പറയാനില്ല. പ്രഹസനമല്ലെന്നും ഇവിടെ അറിയാവുന്നവർക്കറിയാം. പ്രഹസനമല്ലെന്നും മീഡിയ ഇല്ലാത്തപ്പോഴും വിളിക്കാറുണ്ട്. അതാ ഞാൻ ഈ പറഞ്ഞത്. ഞാൻ എന്തായാലും എടുക്കും, സംസാരിക്കും. ചുറ്റുമുള്ളവർ നമ്മളെ നോക്കുന്നതോ നമ്മളെ ശ്രദ്ധിക്കും, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് പ്രഹസനമാക്കി എടുക്കുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത ടാറ്റുവിൻ്റെ ഇഷ്യൂ. മോനെ ടാറ്റു അടിച്ചോ എന്ന് ചോദിക്കുന്നത്. അതാണ് അന്യന്റെ കുടുംബത്തിൽ കയറി അത് സന്തോഷിക്കാനും എഴുതാനുമാണ് ഈ ചില റിയാക്ഷൻ നോളുകൾ ബ്ലോഗർമാർക്ക് ഇഷ്ടം. അവർ ചെയ്യട്ടെ, അവർക്ക് റീച്ചിനും ഉണ്ട്, നല്ല റീച്ചല്ലേ അവർക്ക് കിട്ടും. നല്ലതായിട്ട് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുമല്ലോ ഈ വിഭാഗം. അപ്പോൾ റേഡിയോസ് ഇത് റീച്ചിൻ്റെ കാര്യമൊക്കെ പറയണം. റീച്ചിൻ്റെ കാര്യം പറയണമെന്നൊന്നുമില്ല. അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് നീയും എന്തൊക്കെ കാണിച്ചു കൂട്ടണം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. റിയാക്ഷൻ ചെയ്യുന്നവർ ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള വഴി ആരാണ് ഇട്ട് കൊടുക്കുന്നത്? ക്യാമറ കണ്ണുകൾ കാണുമ്പോൾ കുറച്ച് കാട്ടിക്കൂട്ടൽ രേണുസുതിക്കുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളത് തന്നെ, അത് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതെന്തായാലും ഉള്ള കാര്യം തന്നെയെന്നുള്ളത് പച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇങ്ങനെയുള്ളതൊക്കെ കാട്ടിക്കൂട്ടലും കൊണ്ട് തന്നെയാണ് രേണുസുതിക്ക് ഇത്രയ്ക്ക് മാത്രം അനുഭവിക്കേണ്ടി വന്നത്. ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരിയെ കുറ്റം പറയുന്നതും ഇതും ഒക്കെ. പിന്നെ ഞാനൊരു FBയിൽ ഇന്നലെ മിനിഞ്ഞാന്നായിട്ടൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രേണുസുതി ഇട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. MN ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതിട്ടതാണ്. അതിൽ ആദ്യത്തെ ഒരു ഇത് പറയുന്നത്, എല്ലാ അവളുമാരും അവന്മാരും മറക്കുന്ന ഒരു നെയിം റിതപ്പൻ, കൊല്ലം സുധിയുടെ ഇളയ മകൻ. ഈ കുഞ്ഞിൻ്റെ സമാധാനം കളഞ്ഞപ്പോൾ നിനക്കൊക്കെ അടക്കമായല്ലോ. അതിന് ഒരു പോസ്റ്റും ഉണ്ട്. ഇങ്ങനെയാണ്: ഇത് ഋതുരാജ് എന്ന ഋതപ്പൻ, സുധിയുടെ ഭാര്യ രേണുവും നിങ്ങളെല്ലാവരും കൂടെ രേണുവിൻ്റെ കുറ്റവും കുറവും നിരത്തുമ്പോൾ ആ 2 കൂടപ്പിറപ്പുകളെയാണ് അകറ്റിയത്. ആ കുഞ്ഞിന് കിച്ചുവിന് ജീവനാ. തിരിച്ചും ക്യാഷിന് വേണ്ടിയും സ്വയം ജയിക്കാൻ വേണ്ടിയും പലരും പലതും പറയുമ്പോൾ ആ കുഞ്ഞിനെ ആരും ഓർക്കുന്നില്ല. അവൻ്റെ കൂടെ അച്ഛനാ സുധി. ആ ബന്ധം രേണുവിനുമുണ്ട്. രേണുവിൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എത്ര ബന്ധമുണ്ടെങ്കിലും ഞാൻ ഇടപെടാറില്ല. ഇത് അവളുടെ ഇഷ്ടം. കിച്ചുവിനെ ഒരിക്കൽ കണ്ടിരുന്നു, ഡിസംബർ 25-ന് അവരുടെ വീട്ടിൽ വെച്ച്. അമ്മയും മോനും ഒരു പ്രോബ്ലം ഉള്ളതായി കണ്ടില്ല. ഋതപ്പൻ കിച്ചു ചേട്ടായി വരുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അത് എല്ലാവരും കൂടെ ഇല്ലാതാക്കി. അല്ലാതെ രേണുവിനും കിച്ചുവിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു ഇതിലുള്ള പോസ്റ്റാണ് രേണുസുതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതാരോ MN ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്തോ പോസ്റ്റ് ഇട്ടതാ തോന്നുന്നു, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് FB പോസ്റ്റ് എന്തോ ആണ്. അപ്പോൾ
റിതപ്പനെയും കിച്ചുവിനെയും ആരും അകറ്റിയിട്ടില്ല. ഈ പറയുന്നതിനൊക്കെ വഴി വെച്ച് കൊടുത്തത് ഈ പറയുന്ന രേണു തന്നെയാണ്. അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയുക, എങ്ങനെയും എന്താണ് എന്താ പറയുക, സബ്സ്ക്രിപ്ഷനും ഇതും ഒക്കെ തുടങ്ങി തുണി ഊരി കാണിച്ച് അങ്ങനെയുള്ള കാശൊക്കെ ഉണ്ടാക്കുക. അത് റിതപ്പിന് അത് അനുഭവിക്കാൻ പറ്റുമോ? ആ കാശ് നല്ലതാണ്, അത് റിതപ്പിന് ഒന്നും ഇതാകില്ലേ? അപ്പം ഈ പറയുന്ന ഇതിനാണോ കുഴപ്പം? ഇതിനെല്ലാം വഴി വെച്ച് കൊടുത്തത് ഈ സബ്സ്ക്രിപ്ഷൻ പുള്ളിക്കാർ തുടങ്ങിയത് കൊണ്ട് തന്നെയാണ്. അവിടുന്ന് തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം അല്ലാതെ ഈ പറയുന്ന ആരും ആരെയും ചൊറിയാനോ അല്ലെങ്കിൽ അവർ സ്വയം ഒന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ രേണു പറയുന്ന ഒരു വ്യക്തി ഈ കാണിച്ചു കൂട്ടലും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പോകുന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾ പ്രതികരിക്കുന്നത്. അല്ലാതെ ആരും ആരുടെ കയ്യിൽ നിന്നും എടുത്തിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം രേണുവിനെ കുറിച്ചും അതുപോലെ കിച്ചുവിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.